അവസ്ഥയുണ്ടാവില്ല. അപ്പൊ മിക്കവാറും കാണുന്നത് ആളുകൾ സാർ എന്താ ചെയ്തു ഒക്കെ നമുക്ക് നോക്കാം എന്താ ചെയ്തു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊന്ന് മുന്നോട്ട് പോകാൻ, ചികിത്സയായിട്ട് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോന്ന് വരെ ഇവരാലോചിക്കില്ല. ഈ പറയുന്ന ആളുകളുടെ മിക്ക ആൾക്കാരും പിന്നെ സത്യം പറഞ്ഞ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഭാഗത്ത് കാണില്ല. രോഗിയുടെ അടുത്തുള്ള ബന്ധുക്കളെ മാത്രമേ ഇവിടെ കാണുള്ളൂ. അത് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടായ രോഗിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട വിധം ഡോക്ടർ പറഞ്ഞു. ഇതിൽ ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ആകെ രോഗിയെ എത്തിക്കാൻ ശ്രമിക്കണം. ഇപ്പോ തല പൊട്ടി തലന്റെ അകത്തുനിന്ന് ബ്ലീഡിംഗ് ഉണ്ട്, ആൾക്ക് ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യം രോഗിയെ എത്രയും പെട്ടെന്ന് അവരുടെ ശ്വാസനാളത്തിലേക്ക് രക്തം ഇറങ്ങാതെയും വായിൽ ഉമിനീര് ഇറങ്ങാതെ അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എടപ്പാട് അടുത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കും. തലക്ക് പരിക്കുണ്ട്, നിങ്ങൾ കണ്ടു. തലക്ക് പരിക്ക് പറ്റിയ രോഗിയെ എടപ്പാട് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കൊണ്ടാവുന്ന ഒന്ന് കോട്ടക്കലാണ്, തലന്റെ സർജനുള്ള ഒരു സ്ഥലം. അല്ല എന്നെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലം തൃശ്ശൂരാണ്. പക്ഷെ അത്രയും ദൂരം ഈ രോഗിയെ ഈ കണ്ടീഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ അതിലേക്ക് മാറ്റുക. എന്നിട്ട് രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യണം. ചിലപ്പോൾ BP കുറവുണ്ടാവും. BP കുറവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ബ്ലഡ് കയറ്റേണ്ടി വരുമായിരിക്കും അതിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഡ്രിപ്പ് കയറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കേണ്ടി വരും. അതിന് BP സ്റ്റെബിലൈസ് ആവും. 2, ഈ പറഞ്ഞ പോലെ വായു മുഖത്തൊക്കെ ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്നനാളത്തിലേക്ക് ശ്വാസനാളത്തിലേക്ക് ഇറങ്ങും. അന്നനാളത്തിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല. ശ്വാസനാളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ വെന്റിലേറ്ററിലേക്ക് ഇടുന്ന ഒരു ട്യൂബ് ഉണ്ട്, നമ്മുടെ എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയും. ആ ട്യൂബ് ഇട്ട് കൊടുത്ത് നമ്മൾ ശ്വാസനാളം പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. എന്നാൽ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വരാൻ, ഇതൊക്കെ രോഗിയെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ, വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം വേണം പിന്നെ അവിടുന്ന് നമുക്ക് ഇതിന് പറ്റിയ ഒരു ടെർഷ്യറി കെയർ സെന്ററിലേക്ക് രോഗിയെ മാറ്റാം. ഇപ്പൊ കോട്ടക്കൽ ഭാഗത്താണ് ഒരു ആക്സിഡന്റ് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിന് പറ്റിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം, അൽമാസിലേക്ക് കൊണ്ടുവരാം. എവിടെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചാൽ ഇനി ആസ്ട്രാണ് അടുത്തുണ്ടെങ്കിൽ ആസ്ട്രയിലേക്ക് പോവാം. ഒരു രോഗിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഈ തലയുടെ പരിക്കും നട്ടലിന് വരുന്ന പരിക്കുകളാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന പരിക്കുകൾ. അതുപോലെ തന്നെ വരുന്ന പരിക്കുകളാണ് ആന്തരിക അവയവങ്ങളുടെ അകത്തുള്ള ബ്ലീഡിങ്, ലിവർ, സ്പ്ലീൻ, കുടലുകൾക്ക്, നമ്മുടെ അന്നനാളത്തിന്റെ അകത്ത് കൂടി അതിന്റെ അടുത്തൂടെ പോകുന്ന അയോട്ടം എന്ന് പറയുന്ന വലിയ വലിയ രക്തക്കുഴലുകളുള്ള പരിക്ക്. ഈ പരിക്കുകളൊക്കെ നമ്മൾ സ്കാനും സാധനങ്ങളും ചെയ്താൽ മാത്രമേ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ആക്സിഡന്റ് പറ്റിയ കാണുന്നത് ഹെഡ് ഇഞ്ചുറിയാണ്. അത് തലക്ക് പറ്റുന്ന ക്ഷതങ്ങൾ, അതുപോലെ നട്ടലിന് പറ്റുന്ന ക്ഷതങ്ങൾ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നതിന് ഈ പറഞ്ഞ നജ്മൽ സാർ പറഞ്ഞ രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത് അതിലിപ്പോ നട്ടലിന് പരിക്ക് പറ്റുന്ന രോഗി പറഞ്ഞാല് ഒരു ഉദാഹരണമാണ്. ഈ ഉദാഹരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നട്ടല് പൊട്ടിയിട്ട് തെന്നിയിരിക്കുകയാണ്. അപ്പോ ഇത് ഓൾറെഡി പൊട്ടി തെന്നിയിരിക്കുന്ന അവസ്ഥയിൽ ഇതിപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം എക്സ്റേ എടുക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. ഇത് ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് ഈ അവസ്ഥയിലായിരുന്നോ അല്ലേ എന്നത് നമുക്കറിയില്ല. അങ്ങനെ ആക്സിഡന്റ് പറ്റുന്ന അവസ്ഥയിൽ ഈ അവസ്ഥയിൽ ആയിരുന്നോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കോളർ ഇട്ടും ഇതിൽ വരുന്നത്. ഇതിന് നടുക്കൂടെ പോകുന്ന ഭാഗം, ഈ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുകൂടെയാണ് നമ്മുടെ സുഷുമ്ന നാഡി എന്ന് പറഞ്ഞ സ്പൈനൽ കോഡ് പറഞ്ഞ വലിയ ഞരമ്പ് പോകുന്നത്. ഈ വലിയ ഞരമ്പിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഏത് ലെവലിലാണോ ഡാമേജ് വന്നത്, ഈ ഒരു ലെവലിലാണ്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായത് വായുടെ ഭാഗമാണ്, ഇത് കഴുത്തിന്റെ ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ സുഷുമ്ന നാഡിയിലെ എല്ലാ ഞരമ്പുകളും ഒരു 90% ചതഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളെ തലച്ചോറിലുള്ള കോശങ്ങളും അതുപോലെ നട്ടലിനകത്ത് കൂടി പോകുന്ന സുഷുമ്ന നാഡിയിലുള്ള കോശങ്ങളും നമുക്ക് ജനിക്കുമ്പോൾ എന്ത് കോശങ്ങളാണോ ഉള്ളത് അത് തന്നെ നമുക്ക് മരണം വരെ ഉള്ളൂ. അതിന് രണ്ടാമത് റീജനറേറ്റ് ചെയ്യാം, വീണ്ടും ഉണ്ടാവാനുള്ളൊരു കഴിവില്ല. അപ്പൊ പെർമനന്റ് ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ശരിയാക്കാവുന്ന എന്തുള്ളൂ, ഈ നട്ടലിൽ വന്നേക്കുന്ന ഈ പൊട്ടലില്ല, ഈ പൊട്ടലുകൾ നമുക്ക് സർജറി ചെയ്ത് പഴയ ലെവലിലാക്കി കമ്പ്യൂട്ടർ ഉറപ്പിച്ചു കൊടുക്കാം. ഈ കാണുന്നതൊക്കെ പോലെ കണ്ടില്ലേ,
ഇതുപോലെ പൊട്ടിയിരിക്കുന്ന നട്ടല് കമ്പിയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ കണ്ടേക്കുന്നത്. ലെവലിലായി. പക്ഷെ ഞരമ്പിൽ വന്നേക്കുന്ന ഡാമേജുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ശരീരം തന്നെ ശരിയാക്കണം. ആക്സിഡന്റ് പറ്റുമ്പോൾ സംഭവിക്കുന്ന പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു നട്ടലിന് ഓപ്പറേഷൻ ചെയ്തു പക്ഷെ എപ്പോഴും കിടപ്പിലാവുന്നത്. അതിന്റെ കാരണക്കാരൻ ഇതാണ്. നട്ടലിന് ഓപ്പറേഷൻ ചെയ്തിട്ടല്ല കിടപ്പിലാവുന്നത്. നട്ടല് ഓപ്പറേഷൻ ചെയ്യുന്നത് ഞരമ്പുകൾ ശരിയാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കുകയാണ്. പക്ഷെ ഡാമേജ് ഓൾറെഡി ഞരമ്പുകൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ വന്ന ഡാമേജുകൾ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുന്നതാണ് ഓപ്പറേഷന്റെ ഉദ്ദേശം. അതുപോലെ ഇതും അതേപോലെ തന്നെ ഇതിപ്പോ MRI സ്കാനാണ്. ഈ MRI സ്കാൻ കണ്ടാൽ മനസ്സിലാവും ആ ഞരമ്പ് എത്രത്തോളം കുടുങ്ങിയതുണ്ടല്ലോ. ഇതിലൂടെ പോകുന്ന ഞരമ്പ് കുടുങ്ങിയിരുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഞരമ്പിന്റെ മുഴുവൻ ഭാഗവും ചതഞ്ഞു പോയിട്ടുണ്ടാവും. ചതഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ആൾക്ക് കൈക്കും കാലിനും ഈ ഒരു ലെവലിൽ പരിക്ക് പറ്റിയാൽ കൈക്കും കാലിനും ആൾക്ക് തളർച്ച വരും. ഇത് നമ്മളെ മുതുകിന്റെ ഭാഗത്തിന്റെ നട്ടല് പൊട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് രോഗി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ ഞരമ്പ് ഇവിടുന്ന് അങ്ങോട്ട് കട്ടായി പോയിട്ടുണ്ട്. ആ കട്ടായി പോയ ഞരമ്പുകൾ നമുക്ക് തുന്നിച്ചേർക്കാനോ നേരാക്കാനോ നമുക്ക് കഴിയില്ല. ലോകത്ത് ആർക്കും കഴിയില്ല. അപ്പോ ഉള്ളത് നമ്മൾക്ക് പരിക്ക് വരാതെ നമ്മൾ നോക്കുക. ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന രോഗിക്ക് ജീവിതകാലം മുഴുവൻ അരക്ക് താഴേക്ക് തളർന്ന അവസ്ഥയിലേക്ക് പോകും. സർജറി ചെയ്ത് ശരിയാക്കിയാൽ പോലും ഈ അവസ്ഥയിലാണ് പോകുക. ഇതുപോലെ തന്നെ കഴുത്തിന് നട്ടലൊക്കെ ക്ഷതം പറ്റിയാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കുന്നതിന്റെ ഓരോ വിധങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നട്ടലിൽ കമ്പിയിട്ട് ഉറപ്പിക്കുന്നതൊക്കെ. ഇതൊക്കെ ചെയ്ത് ശരിയാക്കി ഒരു സർജനെ നിലക്ക് ഇതൊക്കെ ശരിയായെന്ന് കണ്ടാൽ പോലും ആ രോഗിക്ക് പിന്നെ വർഷങ്ങളോളം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ ഏതെങ്കിലും ഒരു തരത്തിൽ മെച്ചത്തിലേക്ക് വരുള്ളൂ. എന്നാൽ പോലും ദൈവം തന്ന 100% നമുക്കൊരു ഡാമേജ് വന്നാൽ തിരിച്ചു കിട്ടില്ല. അത് ഉറപ്പാണ്. നമുക്കൊരു മുറിവ് ദേഹത്തുണ്ടായാൽ അതിനൊരു കലയുണ്ടാവും അല്ലെ. പുറത്തൊരു പോറൽ സംഭവിച്ചാൽ അതിനൊരു കലയുണ്ടാവും. അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു പരിക്ക് പറ്റിയാൽ നമുക്കൊരു കല ഉണ്ടായിരിക്കും. അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് ജീവിതകാലം മുഴുവൻ മരിക്കുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും. ഇതില് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് തലയിൽ വരുന്ന ബ്ലീഡിങ്ങുകളും പരിക്കുകളാണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയി വന്ന് നമ്മുടെ ഹെഡ് ഇഞ്ചുറി ഉണ്ട്, തലച്ചോറിന് ക്ഷതം സംഭവിച്ചു എന്ന് പറയുമ്പോൾ കാണുന്ന സ്കാനുകളിൽ എടുക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തരം രക്തസ്രാവമാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ സൈഡിൽ തലച്ചോറിന്റെ അടയാളങ്ങളും ഇവിടെ തലച്ചോറിന്റെ അറകളും നിങ്ങൾക്ക് കാണാം. അതേപോലെ ഈ സൈഡിൽ തലച്ചോറിന്റെ അറകൾ കാണണം, അത് കാണുന്നില്ല. ഈ വെള്ള കളറിൽ കിടക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ തലച്ചോറിന് തലയോട്ടിയുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന രക്തസ്രാവങ്ങളാണ്. ഈ ഒരു അവസ്ഥയിൽ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു തലയോട്ടി